ഒരു സസ്യത്തിന്റെ പേരാണ് വള്ളിയൊഴിഞ്ഞ. ഇതിന്റെ ഔഷധ ഗുണം എന്താണെന്ന് നമുക്ക് വൈദ്യരോടൊന്ന് ചോദിക്കാം. ഇതാണ് ഉഴിഞ്ഞ, വള്ളിയൊഴിഞ്ഞ അല്ലെങ്കിൽ ഇന്ദ്രവല്ലി എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. ഈ വള്ളിയൊഴിഞ്ഞ നിരവധി രോഗങ്ങൾക്ക് ഒറ്റമൂലിയായിട്ടും അല്ലാതെ പലവിധ കഷായങ്ങളിലും എണ്ണകളിലും ഒക്കെ ചേരുന്ന ഒരു പ്രധാന ഔഷധമാണ്. പ്രത്യേകിച്ച് സ്ത്രീരോഗങ്ങളിൽ, അതുപോലെ തന്നെ വാദസംബന്ധമായ രോഗങ്ങളിൽ, നീർക്കെട്ടുകളിൽ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒത്തിരി നിരവധി ഔഷധങ്ങൾ ആണ് ഈ ഇന്ദ്രവല്ലി അല്ലെങ്കിൽ ഈ പറയുന്ന ഉഴിഞ്ഞ, വള്ളിയൊഴിഞ്ഞ സ്പ്രേ. ഇതിനെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ഇലകൾ എടുത്തിട്ട് നമുക്ക് നീരുള്ള ഭാഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് ചേർത്ത് അരച്ചിടാം. ഇത് ചില വേറെ മരുന്നുകളൊക്കെ കൂട്ടി ചേർത്ത് അരച്ചിടുന്ന ആളുകളുമുണ്ട്. ചെന്നിനായകം അങ്ങനെയുള്ള ഇതൊക്കെ ചേർത്തിട്ട് ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ കഞ്ഞി വെക്കുന്ന ഇതില് പ്രധാന ഒരു ഇൻഗ്രീഡിയന്റ് ഈ ഉഴിഞ്ഞയാണ്. ഈ ഉഴിഞ്ഞ എടുത്ത് നീര് ചേർത്തിട്ട് നമ്മൾ മറ്റ് ദശപുഷ്പങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിൽ ഈ ഉഴിഞ്ഞയും വരുന്നുണ്ട്. അതിന്റെ നീരെടുത്തിട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്ന ശീലം നമ്മുടെ കേരളീയരുടെ പ്രത്യേകതയാണ്. ഉഴിഞ്ഞയുടെ കഞ്ഞി അല്ലെങ്കിൽ ഉഴിഞ്ഞ മാത്രം വെച്ച് ഉഴിഞ്ഞയും നമ്മളെ നവരേരിയും ഉലുവയൊക്കെ ഇട്ടിട്ട് നമ്മൾ കഞ്ഞി വെക്കുന്ന ശൈലിയുണ്ട്. അപ്പൊ ആ രീതിയും നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്.